ഹലോ, നമുക്ക് ഈ ഡയമണ്ട്സ്, റൂബീസ്, എമറാൾഡ്സ് ഇതിനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അല്ലേ? നമ്മൾ ഇതുപോലത്തെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നോക്കി നിൽക്കാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫുക്കറ്റിലുള്ള ജംസ് ഗാലറിയാണ്. ഈ ജംസൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നുള്ളത് ചെറുപ്പം മുതലേ എനിക്കൊരു സംശയമായിരുന്നു. കാരണം നമ്മൾ കല്ലുകൾ കാണുന്നുണ്ട്. ഈ കല്ലുകളുടെ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയായിരിക്കും അല്ലേ അവർ ഇത്രയും വിലപിടിപ്പുള്ള ഡയമണ്ട്സിനെ തിരിച്ചറിയുന്നുണ്ടാവുക. സോ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോസസ്സ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഈ ജംസ് ഗാലറിയിലുള്ള ഈ ഒരു ഷോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതിലിവർ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഡയമണ്ടോ അല്ലെങ്കിൽ ഒരു റൂബിയോ ഒരു എമറാൾഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ അധ്വാനത്തെക്കുറിച്ച് ഈ ഒരു സ്ഥലം നമുക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് കാണുന്നത്. മോർ ഓവർ ഇതെനിക്ക് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇടാനും അതേപോലെ തന്നെ കൊണ്ട് നടക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത് ഇത്രയും വിലയെടുപ്പുള്ള ആളുകൾ എങ്ങനെ ഈ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് എന്നുള്ള പിന്നെ അതിരസകരമായിട്ടുള്ള സ്റ്റോറി. ഹലോ, നമുക്ക് ഈ ഡയമണ്ട്സ്, റൂബീസ്, എമറാൾഡ്സ് ഇതിനോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അല്ലേ? നമ്മൾ ഇതുപോലത്തെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നോക്കി നിൽക്കാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫുക്കറ്റിലുള്ള ജംസ് ഗാലറിയാണ്. ഈ ജംസൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നുള്ളത് ചെറുപ്പം മുതലേ എനിക്കൊരു സംശയമായിരുന്നു. കാരണം നമ്മൾ കല്ലുകൾ കാണുന്നുണ്ട്. ഈ കല്ലുകളുടെ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയായിരിക്കും അല്ലേ അവർ ഇത്രയും വിലപിടിപ്പുള്ള ഡയമണ്ട്സിനെ തിരിച്ചറിയുന്നുണ്ടാവുക. സോ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രോസസ്സ് ഉണ്ട് എന്ന് കൃത്യമായിട്ട് ഈ ജംസ് ഗാലറിയിലുള്ള ഈ ഒരു ഷോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതിലിവർ ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു ഡയമണ്ടോ അല്ലെങ്കിൽ ഒരു റൂബിയോ ഒരു എമറാൾഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ അധ്വാനത്തെക്കുറിച്ച് ഈ ഒരു സ്ഥലം നമുക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് കാണുന്നത്. മോർ ഓവർ ഇതെനിക്ക് ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇടാനും അതേപോലെ തന്നെ കൊണ്ട് നടക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നത് ഇത്രയും വിലയെടുപ്പുള്ള ആളുകൾ എങ്ങനെ ഈ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് എന്നുള്ള പിന്നെ അതിരസകരമായിട്ടുള്ള സ്റ്റോറി.